ഈ ആപ്കൈസയുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അംജിത്ത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ചെയ്ത പടം എന്ന് പറയുന്നത് 2011 കത്തിരിവേൽ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഇപ്പോഴും പെട്ടിയിൽ ഇരിപ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള യാതൊരു അറിവില്ല. അപ്പൊ 4 ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങളെ പോലെ വഴി തെറ്റി ഒരു കാട്ടിൽ ഒരു ബംഗ്ലാവിൽ എത്തുന്നു. അവിടെ നിന്ന് കഥ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അയച്ചോട്ടെ സ്റ്റാർട്ട് ചെയ്യും. ടേബിളിൽ ചെന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാനിരിക്കും. തന്ത വൈബ് അത് ആടിയിട്ട് കുറച്ചുകൂടി പറയാം. പൂച്ചയിലെ നീറ്റ് അടിക്കണ്ട, വെള്ളം ഒഴിച്ചടിക്കുക, അല്ലെങ്കിൽ ഹാങ് ഓവർ ഉണ്ടാവും. കേട്ടോണ്ടിരിക്കുന്നത് എനിക്കതൊരു തന്ത വൈബായിട്ട് തോന്നി. ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാകും. പൊതുവെ സൗമ്യനും ശാന്തശീലനുമായ ധ്യാൻ എൻട്രി ചെയ്യുന്നു. അപ്പൊ നോക്കുമ്പോ ഞങ്ങൾ അടിയുണ്ടായിക്കോട്ടെ. ഓർഡർ ഞാനാണ്, ഇവരെ അപ്പത്തിന് ഇറക്കി വിട്ടു. ശരി, ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുന്നു. അയലത്തെ ചേച്ചി ഞങ്ങളെ ഇറക്കി വിട്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ അയലത്തെ ചേച്ചിയായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, എന്നാലും ധ്യാൻ ചേട്ടാ എല്ലാവരോടും സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷം അരേ വാ എന്നൊരു റെസ്പോൺസ് കിട്ടിയത് ആരുടെ അടുത്തുനിന്നാ? അങ്ങനെ അരേവാന്ന് പറയേണ്ട ഒരു സംഭവം ഒന്നും അല്ല. ആരേലും അപ്പൊ ഓൾറെഡി ആ ചേച്ചിയുടെ അടുത്തിരിക്കുകയാണ് ദിവ്യൻ. ചേച്ചിയുടെ ഭർത്താവ്. അങ്ങനെയല്ല, മറ്റേ ഇവിടം വരെ ഇതായിട്ട് തളർന്നു പോയതാ. ചേച്ചി തടവുകാരിയാ, ചേച്ചി തടവുകാരിയാ. അടിച്ച് വയ്യാതാക്കി കിടപ്പിലാക്കി എന്റെ ഭാര്യയെ തുപ്ലിയിലെ ബന്ധം കാണിക്കാന്ന് പറഞ്ഞ് ഇവൻ 1 വർഷം മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനല്ല, അയലത്താമസിലാണ്. ഒരു വർഷം മുമ്പ് അങ്ങനെ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കും ആ കൈസേ വന്നു എന്റെ ഞാൻ കണ്ടിട്ടുണ്ടോ. ആങ്കർ ചിത്ര. ആങ്കർ ചിത്രയുടെ ആവശ്യമില്ല. ആങ്കർ ചിത്രയായിരിക്കും അയലത്തെ ചേച്ചി. ഇപ്പൊ നമ്മൾക്ക് 2 ഇന്റർവ്യൂവിന് ഒരു ഷർട്ട് ഇടാന്നൊക്കെയുള്ള പ്ലാനാ. 10 ഷർട്ട് എങ്ങനെ കിട്ടുന്ന പിയും പറയും ഇല്ലേട്ടാ ഞാൻ ഷർട്ട് ഇട്ടിട്ട് റീൽ ചെയ്ത് കൊടുത്താൽ നിന്റെ സ്വന്തമല്ലേ? കൊറേയൊക്കെ എന്റെ സ്വന്തം, കൊറേയൊക്കെ റീൽ. ഒരു റീലിന് ഒരു ഷർട്ട്, അങ്ങനെയാണ് ഇവൻ ചെയ്യുന്നത്. അതില്ല, എനിക്ക് പറയാൻ യോഗ്യതയില്ല. ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് തുറന്നു വന്ന് എന്റെ അരികിലോട്ട് പറയാനുള്ള കാര്യം ഇത് പക്ഷെ റീൽ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ രമേഷ് പിഷാരടി കേക്ക് റീൽസ് എന്ന് പറഞ്ഞ ബേക്കറി അതിന്റെ റീൽ. ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിൽ അജുവേട്ടൻ കുളിക്കാൻ പോവാണ്. പക്ഷെ വെള്ളമല്ലാതെ ഏത് ഒരു ലിക്വിഡ് അതിനകത്ത് ഇടണം എന്ന ആഗ്രഹമുണ്ട്. നല്ല ചോദ്യം. അത് ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിയർ. നല്ല ഉത്തരാണ്. ഞാൻ ചേട്ടനാണെങ്കിലോ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വന്നോട്ടെന്നായിരിക്കും. അല്ലല്ല, ആ ബിയർ ഒഴിച്ചു കൊടുക്കുന്നതിന് ഞാൻ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇനിയും പടങ്ങൾ ഉണ്ടാകട്ടെ. റെമ്യൂണറേഷൻ വാങ്ങാതെ ഇപ്പോഴത്തെ പോലെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിന്റെ ഷെയർ എടുത്തോളൂ. അതല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. ഞാൻ ഷെയർ ഇട്ട് സ്മോൾ അല്ലാണ്ട് ഷെയർ എന്ന് പറയുന്നത് കുടുംബത്തിൽ പോലും ശ്രീനിവാസനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്താ ചോദ്യം? എന്നെ നാണം കെടുത്താൻ എന്തെങ്കിലും ഉണ്ടടാ മാറ്റം? ഇവൻ ഒരു മാറ്റവും ഇല്ല. രമേശ് ചേട്ടനെ ധ്യാനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിലുണ്ടായ ഒന്ന് പറയട്ടെ എന്റെ ധ്യാൻ ചേട്ടാ പ്ലീസ്. ഞാൻ ചെറുപ്പം തൊട്ട് വളരെ അലസനും മദ്യത്തിനും മയക്കുമരുന്നിനും അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. വാ, എന്റെ ജീവിതം ആകെ മാറി. എന്നെ പരിചയപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിലുണ്ട് ശിവനാര സ്വാമി വിവേകാനന്ദനോ നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാ. ഈ കഥയല്ലല്ലോ, ഇത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റിനെയല്ലേ ഞാൻ പറയുന്നത്. ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുരന്തമാണ്. ഒരു സ്റ്റോറി ചെയ്യാൻ പോകുന്ന ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോ ആളുടെ റെസ്പോൺസ് അവൻ പറഞ്ഞു കൈമ കിട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്.
അങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല, കുറച്ചു കാലമായി. അവനോട് പറഞ്ഞിട്ടുമില്ല. വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട് നീ ഇറങ്ങണതിന് മുമ്പ് സ്റ്റേ മേടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പെർമിഷൻ എടുക്കണ്ട. ഇപ്പൊ ആലുവപ്പുഴയുടെ തീരത്ത് ഇച്ചിരി മണൽ വേണമെന്നുണ്ട്, ഒരു പിടി വാരിക്കൊണ്ട് പോവുക. ഇത് പെർമിഷൻ എടുത്തിട്ട് വാരാൻ പോയ ഒരു കൊല്ലായപ്പോൾ പെർമിഷൻ കിട്ടുക അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്കി ചാമാണ് ഇരിക്കുന്നത്. ഏത് അത് കാണാം, ലക്കിയാണോ. 28-ാം തീയതി എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പൊ മനസ്സിലാകും എത്രമാത്രം ലക്കിലാണ് എന്നെ അവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നതെന്നും. നിങ്ങൾക്ക് ലക്കുണ്ടെ കാണാൻ പറ്റും ചിലപ്പോ. ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ബൈക്ക് ചേസ് ഒക്കെ എടുക്കുമ്പോഴും. അല്ല, അത് ഞാൻ പറയുന്നത് ഞങ്ങൾക്കൊരു ബൈക്ക് ചേസ് ഉണ്ട്. ബൈക്കിന് പോലീസ് ജീപ്പ് ഇവരും കൂടെ പുറകെ പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇവനെ പിടിക്കാൻ എങ്ങനെ പോണത്, ആകെയുള്ള പ്രശ്നം വെച്ചാൽ എല്ലാ മതിലും ഇവന്റെ പടത്തിന്റെ പോസ്റ്ററാണ്. അപ്പൊ നമ്മള് പൊതുവേ റിലീസ് ദിവസമൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത കാര്യത്തിനെ കുറിച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെ? സിനിമ ടെൻഷൻ ഉണ്ടാവും, എന്തായാലും അതിന്റെ റിസൾട്ട് എന്താവും അറിയാനുള്ള ഒരു ടെൻഷൻ സിനിമ പ്രവർത്തിച്ച എല്ലാവർക്കും ഉണ്ടാവും. ചേട്ടാ എടാ, ഞാൻ പലതും അറിയാറ് റിലീസ് കഴിഞ്ഞിട്ട് എന്റെ റിലീസായിരുന്നു. ഇടയ്ക്ക് ചില പടം ഒക്കെ കേക്ക് കൊടുക്കുക. അപ്പം ഞാൻ എന്റെ കേക്ക് കടയിൽ നിന്ന് പറഞ്ഞു ധ്യാന്റെ പടം എന്നെ തൊട്ട് നമുക്ക് അതിന്റെ എല്ലാത്തിന്റെയും സക്സസിന്റെ കേക്ക് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. രണ്ട് ഡയലോഗ് പറഞ്ഞേ. ഈ ടൈലന്റ് ഇല്ലേ, അതിന്റെ വെന്റില. അതുപോലൊക്കെ ഒരു മേക്ക് ഓവർ ഒക്കെ ഉണ്ടാവുമോ ധ്യാൻ ചേട്ടന് ആരാധകർ പ്രതീക്ഷിക്കുന്നു? ഡിജിറ്റൽ ഫാൻസ്. ചെയ്യുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് ഫിലിം വരുന്നുണ്ട്. അതിനകത്ത് ഒരു 3-4 ജില്ലകളിൽ പോകുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അത്ലറ്റിന്റെ വേഷം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിലെന്റെ കോച്ചാണ് കൈസേഹോടെ സെറ്റില് ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. അതെന്താ? ബിക്കോസ് എനിക്കൊരു 1/2 ദിവസേ തന്നുള്ളൂ. അത് സത്യാണോ? ഞാൻ കണ്ട അന്ന് മുതൽ ചേച്ചി പറയുന്നതാ. എനിക്ക് 1/2 ദിവസേ ഉള്ളൂ. ചാർട്ട് പ്രകാരം 1/2 ദിവസവും ഇല്ല.